ഒരു പ്രശ്നവും ഇല്ലാതെ പോകുന്നിടത്ത് പ്രശ്നങ്ങൾ മിക്കവാറും ഉണ്ടാക്കുക അമ്മായിമ്മയായിരിക്കും. ആ, പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് നിധയുടെ മെയിലൊന്ന് കേട്ടു നോക്കാം. മാഡം, എൻ്റെ പേര് നിധ. യഥാർത്ഥ പേരല്ല. എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഡോക്ടറാണ്. ആക്ച്വലി അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എൻ്റെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചറിഞ്ഞ് ഇങ്ങോട്ട് വന്ന ആലോചനയാണ്. എൻ്റെ വീട്ടുകാർക്ക് ഒത്തിരി സന്തോഷമായി. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്. അവൾക്ക് എന്നേക്കാൾ 2 വയസ്സ് എളുപ്പമാണ്. അവൾ എൻ്റെ വിവാഹ സമയത്ത് PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭർത്താവിനും ഒരു അനിയനുണ്ട്. വിവാഹ സമയത്ത് അവൻ MBA കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ചെറുതായ ജോലിക്ക് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും എൻ്റെ വിവാഹം കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും ഭർത്താവിൻ്റെ അനിയനും എൻ്റെ അനിയത്തിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അവസാനം അവരും പ്രേമമായി. വിവാഹം കഴിക്കണമെന്ന് ഒരേ നിർബന്ധം. എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നെ വിവാഹം കഴിച്ചതുപോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ അത് എൻ്റെ അനിയത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനിയത്തിക്കും പിന്നെ അനിയനും അവർക്ക് 2 പേർക്കും അതൊന്നൊരു കാര്യമല്ല. അങ്ങനെ അമ്മായിമ്മയെ ധിക്കരിച്ച് തന്നെയാണ് വീട്ടുകാരോട് പറഞ്ഞ് അവരുടേതും കല്യാണമായി നടത്തി. എൻ്റെ വീട്ടുകാർ ഓർത്തത് ഞാൻ അവിടെ സുഖമായി ജീവിക്കണമെന്നാണ്. പക്ഷേ വന്നു കയറിയപ്പോൾ മുതൽ ഞാൻ ജോലിക്കൊന്നും പോകുന്ന ഡോക്ടറൊന്നും അല്ല എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിക്കും. എൻ്റെ ഹസ്ബൻഡ് ഇല്ലാത്തപ്പോഴാണ് ശരിക്കും ഒരു ഡോക്ടർ പെണ്ണിനെയാണ് മോഹിച്ചത്. അവന് ഒരു ഡോക്ടർ തന്നെ വേണം എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരുടെ വിവക്ഷ. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഈ കല്യാണം നടക്കുന്ന സമയത്ത് അവർ വലുതായ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. ഭർത്താവിനോടുള്ള ഒരു ഇഷ്ടക്കൂടുതൽ കാരണമാകും. പക്ഷേ ഹസ്ബൻഡ് അവിടെ ഇല്ലാത്തപ്പോൾ എനിക്കാണല്ലോ ഈ ചൊറിച്ചിലൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ഞാൻ അത് ഹസ്ബൻഡിനോട് പറയും. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഒരു കാര്യം ചെയ്തു. ഞങ്ങളുടെ വീട് 2 നിലയായിട്ടാണ്. മുകളിലത്തെ നിലയും വേറെ വീട് പോലെ തന്നെയാണ്. അതാണ് ഞങ്ങൾക്ക് പണ്ടേ തന്നിരിക്കുന്നത്. താഴത്തെ നില അനിയനുള്ളതാണ്. ഭർത്താവിനോട് പറഞ്ഞു, എന്തായാലും അമ്മയോട് കൂടുതൽ കിന്നാരൊന്നും പറയാൻ പോകണ്ട, വഴക്കും വക്കാണോ ആകും. നീയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഈ വീടിൻ്റെ മുകൾ നിലയിൽ നിന്റെ സാമ്രാജ്യത്തിൽ അങ്ങ് കഴിയൂ. അതായിരിക്കും നല്ലത്. കാരണം ഇവിടെ അടുക്കളയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് പാചകം ചെയ്ത് കഴിക്കാം. അല്ലെങ്കിൽ എപ്പോഴും താഴേക്ക് പോയി വഴക്കും വക്കാണോ ആയിരിക്കുമെന്ന് പറഞ്ഞു. അമ്മായിമ്മയുടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് ഒത്തിരി വർഷമായതാണ്. അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ അവർ കൊണ്ടുതാനും. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തു. താഴേക്ക് ഞാൻ അപൂർവമായി മാത്രമേ ഇറങ്ങി വരാറുള്ളൂ. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊന്നും ഞാൻ കഴിക്കാനും പോകാറില്ല. ഹസ്ബൻഡ് വല്ലപ്പോഴും അവിടെ നിന്ന് കഴിക്കും. പിന്നെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഹസ്ബൻഡ് അമ്മയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിൽ കുറവ് വരുത്താൻ പാടില്ല. അതൊക്കെ ഹസ്ബൻഡ് കൃത്യമായിട്ട് കൊടുക്കാറുണ്ട്. അമ്മയ്ക്ക് കിട്ടാനുള്ളത് കിട്ടുന്നുണ്ടല്ലോ. എൻ്റെ ഭാര്യ ശല്യം ചെയ്യരുത്. അവൾ മുറിയിൽ എന്തെങ്കിലും ചെയ്ത് ജീവിച്ചോളും. അങ്ങോട്ട് ശ്രദ്ധിക്കേ വേണ്ട. അമ്മയുടെ കാര്യം നോക്ക്. ഇനി അഥവാ ചൊറിയാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ 2 കൂടി ഇവിടുന്ന് പോകും. അമ്മയ്ക്ക് ഞാൻ 5 പൈസയും തരില്ലെന്ന് പറഞ്ഞു. അതോടുകൂടി ഇത്തിരി പേടിയായി. വല്ലപ്പോഴും മാത്രമേ മുകളിലേക്ക് വരികയുള്ളൂ. ഞാൻ താഴേക്ക് ഇറങ്ങി വരാറേയില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറം വഴി എക്സ്ട്രാ ഉള്ള സ്റ്റെയർ കേസിൽ കൂടി കാര്യങ്ങളൊക്കെ ഞാൻ നീറ്റായിട്ട് നടത്തും. പിന്നെ ജോലിക്ക് പോകാൻ അദ്ദേഹം സമ്മതിക്കില്ല. ഇഷ്ടമല്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നീ ഇവിടെ കാണണമെന്നാണ് പറയുന്നത്. ഇതാരോട് പറഞ്ഞ് മനസ്സിലാക്കാനാണ്? ഭർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ ഭാര്യ നിൽക്കേണ്ടത്? എനിക്ക് അദ്ദേഹത്തെ കിട്ടിയത് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അനിയൻ പിന്നെ കോഴ്സ് കഴിഞ്ഞ് വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് അനിയത്തെ ഇഷ്ടമാണെന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട മോനെ, ശരിയാകില്ല. നിൻ്റെ അമ്മ ഈ വീട് വിട്ടു പോകാൻ സമ്മതിക്കില്ല. പിന്നെ ഇവിടെ അനിയത്തിയും ചേട്ടത്തിയും കൂടെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടാകില്ല. എന്തു വന്നാലും ഞാനത് നടത്തും. അമ്മയും മകനും തമ്മിൽ ഒത്തിരി വഴക്കുണ്ടായി. എൻ്റെ ഭർത്താവ് ആ വഴിയെ പോയതേയില്ല. അദ്ദേഹം ഒരു സമാധാനപ്രിയനാണ്. എന്തായാലും എങ്ങനെയൊക്കെയോ അവൻ പറഞ്ഞ് സംബന്ധിച്ച് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷമായപ്പോഴേക്കും അനിയത്തിൻ്റെ വിവാഹവും നടന്നു. അവളാണെങ്കിൽ എന്തായാലും എന്നെപ്പോലെയല്ല. ആ പെണ്ണിനോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതാണ്, പക്ഷെ കേട്ടില്ല. എൻ്റെ വിവാഹം പെട്ടെന്ന് നടന്നത് എല്ലാവർക്കും അസൂയുണ്ടാക്കുന്ന കാര്യമായിരുന്നു. എൻ്റെ അനിയത്തിക്കും സാരമായ അസൂയുണ്ട്. ഇവൾക്ക് എങ്ങനെയാണ് ഡോക്ടറെ കിട്ടിയതെന്നൊക്കെ വീട്ടിൽ വെച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ. അവളാണെങ്കിൽ എന്നെക്കാൾ സുന്ദരിയാണെന്ന് പറഞ്ഞ് നടക്കുന്നവളാണ്. എൻ്റെ ഭർത്താവിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ അവൾക്ക് സഹിക്കുന്നില്ലെന്ന് ആദ്യം എനിക്ക് തോന്നി. കൊള്ളാം, നല്ലൊരു ചേട്ടൻ. എങ്ങനെയാണ് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ രോഗിയെ ഡോക്ടർ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കും. ഞാൻ പറയും, ഞാൻ ജസ്റ്റ് വൈറൽ ഫീവറിനാണ് പോയത്, അല്ലാതെ വേറെ മഹാരോഗമായിട്ടൊന്നുമല്ല എന്ന് പറയും. അവർക്കെന്നാലും എന്നോട് പുച്ഛമായിരുന്നു. പിന്നെ എൻ്റെ ബന്ധുക്കൾക്കും ഇതെങ്ങനെ നടന്നു, നീ വല്ല കൂടോത്രവും ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടർ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കാൻ പാടില്ലെന്നാണോ ഇവരുടെ വിചാരം? എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അനിയൻ സുന്ദരനാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്തെ എല്ലാ സ്റ്റൈലും കൊണ്ടു നടക്കുന്നവൻ.
കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്ലാമറുണ്ട്. ഫോട്ടോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് നോക്കിപ്പോകും. അത്രയ്ക്ക് സ്റ്റൈലും പത്രാസും ഒക്കെയുള്ള ഒരഴകിയ രാവണൻ തന്നെ. എൻ്റെ അനിയത്തിക്ക് അത് കണ്ടു കഴിയുമ്പോഴേക്കും എനിക്ക് പൊറുതിയില്ല. അവൾ അങ്ങോട്ട് കയറി ട്യൂൺ ചെയ്യാനുള്ള എല്ലാ ഒരു സാധ്യതയുണ്ട്. പക്ഷെ അവൾ പറഞ്ഞത് അങ്ങനെയല്ല, അനിയനാണ് അവളോട് സ്നേഹം പ്രകടിപ്പിച്ചെന്നാണ്. വിവാഹം കഴിഞ്ഞ് അനിയത്തി ആ വീട്ടിൽ താഴത്തെ നിലയിൽ താമസിക്കാൻ തുടങ്ങി. വന്നപ്പോൾ തന്നെ അമ്മായിമ്മ ഇളയ മരുമകളെ അങ്ങ് വശത്താക്കി. നീ മുകളിലേക്ക് ഇങ്ങ് പോകരുത്, നിന്റെ ചേച്ചിയാണെങ്കിലും അതിൽ കാര്യമില്ല, അവൾ വന്നപ്പോൾ തന്നെ ഈ വീട് രണ്ടായി പിരിച്ചു എന്നൊക്കെ അനിയത്തിയോട് പറഞ്ഞു കൊടുത്തു. ഇത്രയും പ്രശ്നമുണ്ടാക്കിയ അമ്മായിമ്മ വിചിത്രമായി പെരുമാറുമ്പോൾ അവളൊന്ന് ശ്രദ്ധിക്കണം. പക്ഷേ അമ്മായിമ്മയുടെ കൂട്ടുചേർന്ന് അവൾ എന്നെ അവോയ്ഡ് ചെയ്തു. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യണ്ട, നമ്മളായി നമ്മുടെ പാടായി, നമുക്ക് ജീവിതം ആസ്വദിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുമ്പോൾ എനിക്കെന്താ, അവളുടെ ഭർത്താവിനെ നോക്കിയോ അമ്മായിയമ്മയെ താരാട്ട് പാടുകയോ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മൈൻഡ് ചെയ്തേയില്ല. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി എവിടെയെങ്കിലും ഇറങ്ങിപ്പോകും. പിന്നീട് ഒത്തിരി താമസിച്ച് വരികയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ടൈം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നതും വരുന്നതൊക്കെ. എന്തായാലും അനിയൻ ഒരു പ്രശ്നക്കാരനുമല്ല, എന്നോട് നല്ല സ്നേഹമാണ്. അത്യാവശ്യം ഗിഫ്റ്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ എനിക്ക് വാങ്ങിക്കൊണ്ട് തരികയും ചെയ്യും. പക്ഷെ അതൊന്നും കൊണ്ടുതരാൻ എൻ്റെ അനിയത്തി മുകളിലേക്ക് വരില്ല. വല്ലപ്പോഴും കാണുമ്പോൾ ഒന്ന് ചിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യമുണ്ടെങ്കിൽ വല്ലപ്പോഴും വന്നെങ്കിലായി, അത്ര മാത്രമേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് വന്ന് ഞങ്ങൾ ഇവിടെ വന്നപ്പോഴേക്കും രണ്ട് അപരിതരെ പോലെയായി. ഒരു ദിവസം വൈകുന്നേരം 6 മണിയായപ്പോഴേക്കും താഴെ നിന്ന് ഒച്ചയും ബഹളവും ഒക്കെ കേട്ടു. അത് കേട്ട് ഞാൻ കാതോർത്ത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ എൻ്റെ അനിയത്തിയും അമ്മായിമ്മയും തമ്മിൽ കൊമ്പ് കോർക്കുകയാണ്. ഇടയ്ക്ക് ഇളയ മകൻ്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. ഇന്നവൻ ഡ്യൂട്ടിക്ക് പോയില്ലേ? ആർക്കറിയാം. എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റെയർ കേസ് വഴി ഇറങ്ങി ഒന്ന് പമ്മി നോക്കി. അമ്മായിമ്മ ഉറക്കെ പറയുകയാണ്, ഇത് ഈ വീട്ടിൽ നടക്കില്ല. ത്രിസന്ധി സമയത്ത് ഇവിടെ ഭാര്യയും ഭർത്താവും കൊണ്ടുള്ള കോപ്രായങ്ങളൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. TV കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു, മറയുന്നു, എന്തൊക്കെ ഈ കാണിക്കുന്നത്? അവനവൻ്റെ റൂമിൽ കാണിക്കേണ്ട കാര്യങ്ങളൊന്നും പുറത്ത് കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ അങ്ങനെ കാണാൻ ആരുമില്ല. ആകെക്കൂടി പ്രായമായി ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കിതൊന്നും പണ്ട് ഇഷ്ടമല്ല. ഇത്തരം കാര്യങ്ങൾ ത്രിസന്ധി സമയത്ത് ഇവിടെ പാടില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അനാവശ്യമായ കൊഞ്ചലും കുഴച്ചിലുമൊക്കെ ഇതെന്താ, അമേരിക്ക വല്ലതുമാണോ അതോ ബീച്ച് വല്ലതുമാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും അനിയൻ്റെ ശബ്ദമുയരുന്നു. അമ്മ എന്തിനാണ് ത്രിസന്ധി സമയത്ത് TV കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ അടുത്ത് വന്ന് കുത്തിയിരിക്കുന്നത് ഞങ്ങളെ നോക്കാൻ വേണ്ടി? അമ്മയ്ക്ക് അമ്മയുടെ കാര്യങ്ങൾ ചെയ്യരുതോ? ഭാര്യയും ഭർത്താവും ഇരിക്കുന്നിടത്ത് മറ്റൊരാൾ വന്ന് എന്തിനാണ് ബീച്ചിനെ പോലെ നോക്കിയിരിക്കുന്നത്? ബീച്ചിലുള്ള കാര്യങ്ങൾ എവിടെ ചെയ്യുന്നതെന്ന് അമ്മ എങ്ങനെ കണ്ടു? അമ്മയ്ക്ക് റൂമില്ലേ? അമ്മയുടെ ബെഡ്റൂമിൽ പോയിരുന്നു കൂടെ എന്ന് ചോദിക്കുന്നു. എനിക്ക് മനസ്സിലടാ, ഇത്തരം സിനിമയിൽ കാണിക്കുന്ന ചേഷ്ടകളൊന്നും ഈ വീട്ടിൽ കാണിക്കാൻ പറ്റില്ല. അതൊക്കെ അങ്ങ് മുറിക്കകത്ത് എന്ന് പറയുന്നു. തുടർന്ന് എൻ്റെ അനിയത്തിയുമായിട്ടും എന്തൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. ബഹളം മുറുകി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പതുക്കെ താഴേക്കിറങ്ങി ചെന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനിയനും അനിയത്തിയും ഒന്ന് ചമ്മി. പക്ഷെ അമ്മായിമ്മ പറഞ്ഞു, എന്തായാലും നിന്റെ ചേച്ചിയെ കൊണ്ട് ഈ തലവേദനയൊന്നുമില്ല. അവൾ വന്നപ്പോഴേ ഭർത്താവിനോട് തലയണ മന്ത്രം പറഞ്ഞ് അങ്ങ് മയക്കിയെടുത്തതേ ഉള്ളൂ. ഇത്തരം സീനൊന്നും ഞാനൊരിക്കലും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇത്രമാത്രം ബഹളമുണ്ടാക്കാൻ അമ്മ എന്താ കണ്ടത് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, എടീ, ഞാൻ കണ്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇവിടെ ഇരുന്ന് ഓരോ കുലുക്കിക്കുത്തുകൾ. അത് എന്തിനാണ്? വിളക്ക് കത്തിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഏതോ തമിഴ് പാട്ടുമിട്ട് ഇവനാണെങ്കിൽ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇവള് മടിയിൽ കിടക്കുന്നു. കാണിച്ച കാര്യം എനിക്കിവിടെ പറയാൻ പറ്റില്ല. ഭാര്യ ഭർത്താവുമായി കഴിഞ്ഞാൽ മാനം മര്യാദ വേണം. ഞാൻ ഒരു വീട്ടിലും ഇങ്ങനൊരു കഥ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞു. അമ്മ തെറ്റിദ്ധരിച്ചതാകും എന്ന് ഞാൻ പറഞ്ഞപ്പോഴേക്കും അനിയത്തിക്ക് വക്കാലത്ത് പിടിക്കാൻ വേണ്ടി നീ വരണ്ട, അവളെ കണ്ടാലറിയാം അവളൊരു കുതിരക്കുട്ടിയാണെന്ന് കൊതിച്ചു ചാടി നടക്കുകയാണ്. ഏറ്റവും കുറച്ച് ദിവസങ്ങൾ കൊണ്ടല്ലേ ഭർത്താവിൻ്റെ അനിയനെ വളച്ചെടുത്തത്. എൻ്റെ മോനാണെങ്കിൽ ഇതുവരെ ഒരു പെണ്ണിൻ്റെ കാര്യം പറയുന്നത് കേട്ടിട്ടേയില്ല. എന്തായാലും അവനെയും വളച്ചെടുത്തു. അപ്പോൾ അവിടെ മിടുക്ക് എന്താകും? ഇപ്പോൾ വീടിനകത്ത് ഇംഗ്ലീഷ് സിനിമകളെ പോലെയാണ് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേക്കൊത്തുകൾ. എന്തായാലും ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചു. കാര്യം നിന്റെ ഭർത്താവും സുന്ദരനാണല്ലോ. അനിയത്തിക്ക് മോഹം തോന്നി ഇടയ്ക്ക് മേലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിനക്ക് അവസാനം ഭാര്യയാകും. അമ്മ എന്തൊക്കെ തോന്നിയാസങ്ങളായി പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പം അനിയും പറഞ്ഞു, ചേച്ചിയോട് ഇതിനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത്, ഞങ്ങളോട് തർക്കുന്നതിനിടയ്ക്ക് ചേച്ചി കുറ്റം പറഞ്ഞതെന്ന്. ചേച്ചിയെ പറഞ്ഞപ്പോഴേക്കും അവൻ ഉടനെ തന്നെ ഭയങ്കരമായിട്ട് ഉരുകി ഒലിച്ചു. എടാ, നീയും കണക്കാ, നീയാണെങ്കിൽ നമ്പർ 1 കോഴിയാണ്. അതെങ്ങനെയാ? വരമ്പത്തുനിന്ന് തെറിച്ച പെണ്ണുങ്ങൾ
വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട് നശിച്ചു പോകില്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ എൻ്റെ അനിയത്തിയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. ഇത്രയും നാളും അമ്മായിമ്മയെ സോപ്പിട്ട് ചാക്കിട്ട് എന്നെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഉടനെ അവൾ പറയുകയാണ്, നിങ്ങൾക്ക് എന്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചുപോയി, 2 ആൺമക്കളുമുണ്ട്. വലിയ കൊലമഹിമ പറഞ്ഞിട്ട് അടുത്ത കല്യാണവും കഴിച്ചില്ല, നിങ്ങൾക്കൊട്ട് പ്രായവുമായിട്ടില്ല. അപ്പോൾ ഇവിടെ 2 ആൺമക്കൾ കല്യാണം കഴിച്ചു, അവരുടെ കുടുംബജീവിതത്തിൽ അവർ സന്തോഷമായി നടക്കുന്നു. നിങ്ങൾക്ക് ഒച്ചയും അനക്കൊന്നും കേൾക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം പറയാം, വലിയൊരു തടിയങ്ക അവിടെ അടുക്കളയിൽ ഇരിപ്പുണ്ട്, ഒന്നുകിൽ അതെടുത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പണ്ട് കാലത്തെ ആൾക്കാരല്ലേ ഉരലോ ഒലക്കയോ എന്തെങ്കിലും കാണുമായിരിക്കും സ്റ്റോർ റൂമിൽ, അങ്ങനെയുള്ള കാര്യങ്ങളും എടുത്ത് ഉപയോഗിച്ചിട്ട് നന്നായി ജീവിക്കാമേ, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എന്തിനാ അമ്മ രണ്ടാമതൊരു കല്യാണം കഴിച്ചു, ഞങ്ങളെല്ലാവരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാമെന്ന്. ആഹാ, അപ്പോൾ ഓരോ തോന്നിവാസങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ കാണിച്ചത് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ കുറ്റക്കാരിയാക്കുന്നു. എനിക്കതൊക്കെ എന്നെ ആകാമായിരുന്നു. എടീ, ഇപ്പോഴും ഞാൻ ചെറുപ്പമാണ്. ഇപ്പോഴും ഞാൻ അമ്പലത്തിലും കടയിലൊക്കെ പോകുമ്പോഴേക്കും നല്ല കൊച്ചു പയ്യന്മാരാ എൻ്റെ പുറകെ വന്ന് പറഞ്ഞത്, ആൻറ്റി ഇപ്പോഴും സുന്ദരിയാണ്, മുഖത്തും ദേഹത്തും ഒരു ചുളിവ് പോലുമില്ല എന്ന്. ഇന്നാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുകയാണ്, ചേച്ചി പുള്ളൊരു സുന്ദരി ഇവിടെ അടുത്തെങ്ങുമില്ലെന്നും. എന്നാൽ പിന്നെ അമ്മയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിൽ പോയി നിൽക്കരുതോ, അങ്ങേർക്കൊരാശ്വാസമാകും എന്ന് അനിയത്തി പറഞ്ഞു. എനിക്കാണെങ്കിൽ കറക്റ്റ് വാക്കുകൾ കിട്ടുന്നില്ല, ഞാനിങ്ങനെ നിൽക്കുകയാണ്. അനിയത്തി കൂട്ടിച്ചേർത്തു, എന്തായാലും അമ്മയ്ക്ക് എന്തിൻ്റെ അസുഖമാണെന്ന് എനിക്ക് നന്നായിട്ട് പിടികിട്ടി. ചേട്ടാ, നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ സ്വന്തം അമ്മയ്ക്ക് എന്തിൻ്റെ കുഴപ്പമാണെന്ന്. നിങ്ങളിതിന് ഒരു പരിഹാരം കണ്ടെത്തിക്കുക, അമ്മയെക്കൊണ്ട് ഒരു 2ാം വിവാഹത്തിന് തയ്യാറെടുപ്പിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അത് ചെറുപ്പക്കാരാണെങ്കിൽ ഏറ്റവും നല്ലത്. അമ്മയേക്കാൾ പ്രായം കൂടിയ ആൾക്കാരാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഒരു കാര്യം ചെയ്യേ, 22 to 25 അതായിരിക്കും അമ്മയ്ക്ക് ഏറ്റവും സ്യൂട്ടബിൾ. അല്ലേ അമ്മേ, മാട്രിമോണിൽ രജിസ്റ്റർ ചെയ്താലോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചതേ എൻ്റെ അനിയത്തിക്ക് ഓർമ്മയുള്ളൂ. പണ്ട് കിലുക്കത്തിൽ രേവതി പറഞ്ഞതുപോലെ അപ്പൂപ്പനെ അമ്മൂമ്മേനെ എല്ലാം കൂടെ പറഞ്ഞ് എൻ്റെ അനിയത്തിയെ കവച്ചു വെക്കുന്നതിന് പ്രകടനമാണ് അവിടെ നടന്നത്. ഇനി ഈ കാര്യങ്ങളെല്ലാം നാട്ടുകാർ അറിയുമെന്ന് എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് അനിയത്തെ പിടിച്ചു വലിച്ചു. എന്നിട്ട് അനിയനോട് പറഞ്ഞു, നിങ്ങൾ ബെഡ്റൂമിൽ പോകൂ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, അമ്മ എന്തെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവരെ പിടിച്ചു വലിച്ചോണ്ട് പോയി. അത് കഴിഞ്ഞ് അരമണിക്കൂറോളം അമ്മ തനി എന്തൊക്കെ പറയുകയായിരുന്നു. എന്താ പറഞ്ഞെന്ന് പുറത്ത് പറയാൻ പറ്റില്ല, അതേപോലുള്ള കാര്യങ്ങളായിരുന്നു. എന്തായാലും പിന്നീട് അവർ രണ്ടുപേരും ബെഡ്റൂമിൽ കയറി വാതിലടച്ചത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ രാത്രിയാണെന്ന് തോന്നുന്നു സ്വസ്ഥമായത്. ഹസ്ബൻഡ് വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് ഈ പറഞ്ഞതുപോലെ എന്തോ മാനസികമായ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാര്യം മക്കൾ സമാധാനത്തോടു കൂടി ഭാര്യമാരോടൊത്ത് ജീവിക്കുന്നതും അതേപോലെ സ്നേഹം പ്രകടിപ്പിക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അമ്മ ഓരോ കുഴപ്പങ്ങളുണ്ടാക്കിയാണ്. മാനസികമായി അമ്മ വേറെ തലത്തിലാണ്. അമ്മയ്ക്കൊരു കൗൺസിലിംഗ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഡോക്ടർ മോൻ പോയി അമ്മയ്ക്ക് കൗൺസിലിംഗ് കൊടുക്ക്, ഇപ്പം തന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി ഒരു 2-3 മണിക്കൂർ കൗൺസിലിംഗ് കൊടുക്ക്. കാര്യം ഇവിടെ പറഞ്ഞ് പൂരപ്പാട്ട് എന്തായാലും മോൻ കേട്ടില്ലല്ലോ, ഇനിയിപ്പം പൂരം പാടുകയാണെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചു തരാം. ഞാൻ പറഞ്ഞത് ഹസ്ബൻഡിന് കൊണ്ടെന്ന് തോന്നുന്നു. അമ്മയെ രാത്രി സന്ധ്യ സംഭാഷണങ്ങൾക്ക് ക്ഷണിക്കാൻ വേണ്ടി അമ്മയുടെ ബെഡ്റൂമിൽ ഭർത്താവ് പോയി. ഇനി എന്തായാലും 1 മണിക്കൂർ കഴിഞ്ഞെങ്കിലേ വരികയുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭാന്നൊരാട്ട് കേട്ടു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് മുകളിലേക്ക് കയറി വന്നു. അവിടെ എന്താ നടന്നതെന്ന് ഭർത്താവ് പറയാതെ തന്നെ എനിക്ക് മനസ്സിലായി. ഡോക്ടറാണെന്ന് പറഞ്ഞ് കാര്യമൊന്നുമില്ല, അമ്മമാരുടെ മുന്നിൽ വെറും 0. ഈ വഴക്കോട് കൂടി അനിയത്തിക്ക് എന്നോടുള്ള സ്നേഹത്തിനൊക്കെ മാറ്റം വന്നു. നല്ല സ്നേഹമായി കയറി വരും, എന്നെ സഹായിക്കും, ഞാൻ വെക്കുന്നത് കഴിക്കും, അവൾ വെക്കുന്നത് കൊണ്ടുവരികയും ചെയ്യും. അമ്മായിമ്മോട് അവൾ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു കേട്ടോ. ഒരു ദിവസം ഞാൻ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. അവൾ അടുക്കളയിലേക്ക് വന്നപ്പോൾ കയ്യിൽ എന്തോ ഉണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താ? അവളെന്നെ നിവർത്തി കാണിച്ചു. നല്ല പുള്ളിയും കുത്തും വരയൊക്കെ ഉള്ള ഡിസൈനർ ജോക്കി. ഞാൻ ചോദിച്ചു, ഇത് ആരുടേതാണ്? ഇതാരുടേതാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ? ഞാൻ പറഞ്ഞു, എനിക്കെങ്ങനെ അറിയാം, എൻ്റെ ഹസ്ബൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് മാത്രമേ ധരിക്കാറുള്ളൂ, ഇത്ര സാധനങ്ങളൊന്നും ധരിക്കാറില്ല, അത് എന്തായാലും എൻ്റെ ചേട്ടൻ്റെ അല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇത് എൻ്റെ ഭർത്താവിൻ്റെതാണ്, താഴെ 2-3 ദിവസമായിട്ട് നനച്ചിട്ടിരിക്കുകയായിരുന്നു, ഉണങ്ങിയതുമാണ്, എടുത്തിടണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷേ അത് പിന്നീട് കണ്ടില്ല, ഇപ്പം നോക്കിയപ്പോഴുണ്ട് ഇങ്ങോട്ട് കയറി വരുന്ന സ്റ്റെയർ കേസിൻ്റെ വശത്ത് വെറുതെ കിടക്കുന്നു എന്ന്. അറിയില്ല മോളെ എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി
താഴെ തുണി വല്ലതും നനച്ച് വിരിച്ചിരുന്നോ, അതിൻ്റെ കൂട്ടത്തിൽ എടുത്തോണ്ട് വന്നതാണോ, അങ്ങനെ വീണ് പോയതാണോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു താഴെ ഞാൻ തുണി വിരിക്കാറില്ല, അങ്ങോട്ട് ഇറങ്ങി വരാറുമില്ല, ആ ഏരിയയെല്ലാം നിങ്ങളല്ലേ നനച്ച് വിരിക്കുന്നത്, ഞാൻ അങ്ങോട്ട് വരാറില്ല, എൻ്റെ എല്ലാം വാഷ് ചെയ്ത് വിരിക്കാറുള്ള സ്ഥലം ഇവിടെ ഉണ്ടല്ലോ, പിന്നെ ഇങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയില്ല, ഇനി ചേട്ടൻ വല്ലതും കൊണ്ട് താഴെ വിരിച്ചിട്ട് എടുത്തോണ്ട് വന്നപ്പോൾ വീണ് പോയതായിരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ അത് ഓക്കെ ആക്കി. അവളാണെങ്കിൽ അത് മണത്ത് നോക്കുന്നത് കണ്ടു. അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങിറങ്ങിപ്പോയി. അതേപോലെ തന്നെ ഒരു ദിവസം ഞായറാഴ്ച ഞാനും ഭർത്താവും കൂടെ പോയിട്ട് വന്നു. രാത്രി ബെഡൊക്കെ ഒന്ന് വിരിച്ചു. തലേണ എടുത്തപ്പോഴുണ്ട് അതിൻ്റെ അടിയിൽ PR ഒരെണ്ണം ഇരിക്കുന്നു. ചുരുട്ടിക്കുട്ടി വെച്ചൊക്കെയാണ്, ഉപയോഗിച്ചതാണ്. ഞാൻ അത് ഒന്ന് നോക്കി, എൻ്റേതല്ല, എൻ്റെ സൈസ് പോലും ഇതല്ല. അപ്പോൾ ഇത് അനിയത്തിയുടേതാകുമോ അതോ അമ്മായിമ്മയുടേതാണോ, ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് തലേണ കീഴിൽ വന്നത്, ഇത് എൻ്റെ അല്ലെന്ന്. ഹസ്ബൻഡ് അതിനോട് പറഞ്ഞു, ആ വവ്വാലൊന്ന് വിടർത്തി കാണിച്ച്. ഞാൻ വിടർത്തി കാണിച്ചു. ഇത് നിൻ്റെ അല്ലല്ലോ തൊങ്ങലൊക്കെ പിടിപ്പിച്ചത്, ഇത് എവിടുന്നാ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ദേ തലേണയുടെ കീഴിലിരുന്നു എന്ന് പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൽ എന്തോ കാര്യമുണ്ട്, ഇതിനെ അമ്മയുടേതാണോ, അമ്മ ഇങ്ങനൊന്നും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതേപോലെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അനിയൻ്റെ ഒരു ജോക്കി ഇങ്ങോട്ട് വരുന്ന വഴിയിൽ കിട്ടുമെന്ന് പറഞ്ഞ് അവൾ വന്നു. അത് പക്ഷേ ഫ്രഷ് ആയിരുന്നു, നനച്ചിട്ടിരുന്നതാണ്. ഇതിപ്പോൾ അങ്ങനെയല്ല, യൂസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നത് അനിയത്തി കുളിച്ച് കുളിമുറിയിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണെന്ന്. നീ എന്താ പറഞ്ഞു വരുന്നത്? ഇതിൻ്റെ പിന്നിൽ നിങ്ങളുടെ അമ്മയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ എവിടുത്തെ ഡോക്ടറാ? നീ ഇത് ആദ്യം കൊണ്ടുപോയി അനിയത്തിയോട് ചോദിയിര്, അവളുടേതാണോന്ന്. ഇത് അവളുടേതാണ്, എനിക്ക് കണ്ടാൽ മനസ്സിലാകും. എന്നാലും നീ രഹസ്യമായിട്ട് അവളോടൊന്ന് സംസാരിക്കേ, ഈ നടന്നതൊക്കെ ഒന്ന് ആലോചിക്ക് രണ്ടുപേരുമായിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ അനിയത്തിയെ കാണാൻ പോയി. എടി ഇത് നിൻ്റെ ആണെന്ന് ചോദിച്ചു. ഇത് എൻ്റേതാണ്, ബാത്റൂമിൽ ഞാൻ കുറേ നേരമായിട്ട് അന്വേഷിക്കുന്നു, ഒന്ന് നനച്ചിടാൻ വേണ്ടിയിട്ട്. ഇത് കാണുന്നില്ലായിരുന്നു, ഇപ്പോൾ എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പോഴുണ്ട് തലേണയുടെ അടിയിലിരിക്കുന്നു എന്ന് പറഞ്ഞു. തലേണയുടെ അടിയിലോ? നിങ്ങളുടെ മുറിയിലെയോ? ഇതെങ്ങനെ സംഭവിച്ചു എന്നവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതില്ലേ അമ്മ നമ്മൾ കെട്ടിവെക്കുന്ന പാരയാണ്. കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഇവിടെയും കാണുമ്പോഴേക്കും നമ്മൾ രണ്ടുപേരും കൂടി സംശയിക്കും, ഇല്ലെങ്കിൽ ഭർത്താക്കന്മാർ സംശയിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇടിയും വഴക്കും ബഹളമാകും. അത് കണ്ട് അവർക്ക് രസിക്കണം. അതിനുവേണ്ടിയിട്ടാണ് മനഃപൂർവ്വം ഈ വസ്ത്രങ്ങൾ മാത്രമായി കണ്ടുപിടിച്ച് മാറ്റിയിടുന്നത്. അതാണ് നീയും കണ്ടത്, അല്ലെങ്കിൽ താഴെ അഴയിൽ കിടന്ന് അതെങ്ങനെയാണ് അവിടെ വന്നത്? എങ്കിൽ ചേച്ചി ഇത് നമുക്ക് അമ്മയോട് ചോദിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അമ്മയെ വിളിച്ചിട്ട് ഇത് അമ്മയാണോ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും എന്താ ഇത്, എനിക്കറിയുകയില്ല, എന്തൊക്കെയായി പറയുന്നത്? അല്ല ഇതെങ്ങനെയാണ് ഇത്തരം വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടത്? അത് വല്ല പൂച്ചയോ മറ്റും എടുത്തോണ്ട് പോയായിരിക്കുന്നത്. പിന്നെ പൂച്ചയെടുത്ത് കറക്റ്റായിട്ട് തലേണയുടെ അടി കൊണ്ടുവച്ചിട്ട് തലേണയെടുത്ത് അതിന് മുകളിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പൂച്ചയാണെങ്കിൽ നനച്ചിട്ടിരിക്കുന്ന അതും അഴയിൽ കിടക്കുന്ന ജോക്കി എടുത്ത് വേറൊരാളുടെ വീടിൻ്റെ മുന്നിൽ കൊണ്ടിടുവോ? അപ്പോൾ ഇവിടുത്തെ പൂച്ച ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, കള്ളിപ്പൂച്ച. അപ്പം അനിയത്തി പറഞ്ഞു, ചേച്ചി എല്ലാം നമ്മുടെ അമ്മായിയമ്മയുടെ മായാജാലം, തടിയൻകായൊക്കെ അവർക്ക് വെറും ചുള്ളിക്കമ്പ് പോലെയുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ, എടീ നീയൊന്നും വലിയ പുണ്യവതികൾ ചമയേണ്ട കാര്യമില്ല, എനിക്ക് നേരത്തെ കാര്യം മനസ്സിലായി. ഇതൊക്കെ ചെയ്തത് നീ രണ്ടും കൂടാണ്, അല്ലെങ്കിൽ നിൻ്റെ രണ്ട് ഭർത്താക്കന്മാരും. കാര്യം ഇവിടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എക്സ്ചേഞ്ച് പ്രോഗ്രാമാണെന്ന് നന്നായിട്ടറിയാം. അനിയത്തിയും ചേട്ടത്തിയും കൂടെ വീട്ടിൽ വന്ന് ചേട്ടനെ അനിയനെയും കൂടെ കല്യാണം കഴിച്ചു. ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് ആദ്യമേ എനിക്ക് രൂപമുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കുന്നതും എല്ലാം. ഇനിയിപ്പോൾ എന്തിനാണ് വെറുതെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇവിടെ ഇങ്ങനെ താഴെ മുകളിലോട്ട് കഴിയുന്നത്? മുകളിലുള്ള രണ്ടുപേരും കൂടെ താഴേക്കിങ്ങ് പോരെ, പിന്നെ ഒരു മുറിയല്ലേ, അവിടെ 2 കട്ടിൽ അങ്ങ് ഇട്ടാൽ മതി, എല്ലാം ഓക്കെ ആകും. വെറുതെ എന്തിനാ 2 അടുക്കള, 2 ചെലവ്? ഇതിനൊന്നും ആവശ്യമില്ല. 4 പേരും കൂടെ ഇതുപോലെ അങ്ങ് മുന്നോട്ട് പോവുക. അല്ലാതെ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ തലമണ്ടയിൽ കൊണ്ട് ഇതെല്ലാം ഇടരുത്. ഞാൻ ഇതിന് ഉത്തരവാദിയല്ല. എൻ്റെ മുറിയിൽ ഞാൻ പുസ്തകങ്ങളും TV ഒക്കെ കണ്ട് സമയം കഴിയുന്നു. ഞാനൊരു വൃദ്ധ. എനിക്ക് ഇനിയൊരു ബാല്യമില്ല. എനിക്ക് തടിയൻകായം വേണ്ട, ഉരുളൻകായം വേണ്ട. എക്സ്ചേഞ്ച് പ്രോഗ്രാമൊക്കെ നിങ്ങൾ തന്നെ നടത്തിക്കോളൂ, എന്നെ അതിനകത്തേക്ക് വലിച്ചൊഴിക്കരുത് എന്ന് പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് കയറി മുറി കൊട്ടിയടച്ചു. വാദിക്കാൻ ചെന്നവർ വല്ലാതെ ആയെന്ന് പറഞ്ഞ പോലെയായി. ഞങ്ങൾ തിരിച്ച് എല്ലാവരും കൂടി ചർച്ച ചെയ്തു. അമ്മ ഇങ്ങനെ പലതും കാണിക്കും, ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ നിന്ന് പോകണം, ഒരാൾ മാത്രം ഇവിടെ താമസിച്ചാൽ മതി. അപ്പം അനിയും പറഞ്ഞു, എനിക്കെന്തായാലും ഇവിടെ താമസിച്ച് അമ്മയെ നോക്കാൻ പറ്റില്ല, നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കും, ഇല്ലെങ്കിൽ ഞാൻ നിൽക്കില്ലെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഇതിനൊന്നും ഒരു പരിഹാരമില്ല.
എന്തായാലും അമ്മായിമ്മയല്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു. പലരുടെയും പല വസ്തുക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലങ്ങളായി കാണപ്പെട്ടു. അമ്മയൊട്ട് സമ്മതിക്കുകയില്ല. വെറുതെ വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. CCTV വെച്ചാലൊന്ന് ആലോചിച്ചു. പക്ഷെ വീട്ടിനകത്ത് CCTV വെച്ചിട്ട് എന്ത് കാര്യമാണ്? അമ്മയാണ് ചെയ്തതെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറഞ്ഞ് അങ്ങ് തിരിച്ചു കൊടുക്കും. അത്രയേ ഉള്ളൂ. എല്ലാ ദിവസമൊന്നും സംഭവിക്കില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അമ്മ ഈ പണി ഒപ്പിച്ചിരിക്കും. അമ്മയ്ക്ക് ചെറിയൊരു നാഗവലി കൊടുത്ത പോലെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇതിനിപ്പം എന്ത് ചെയ്യാനാണ്? പോട്ടെ എന്ന് വെക്കാം എന്ന് വിചാരിച്ചു. ഇങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അനിയത്തി എന്നോട് പറഞ്ഞ കാര്യം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ചേച്ചി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കും സൈക്കോളജിക്കലി എന്തോ പ്രോബ്ലം ഉണ്ടെന്നാണ് തോന്നുന്നത്. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ചേട്ടനോട് സംസാരിക്കണോ? അതല്ല ചേച്ചി, അമ്മ ഇങ്ങനെ പലപ്പോഴും പല വസ്ത്രങ്ങളും കൊണ്ടിടും. മിക്കവാറും എൻ്റെ കയ്യിൽ കിട്ടുന്നത് ചേട്ടൻ്റെ ഡ്രസ്സുകളല്ലേ. ചേട്ടൻ എപ്പോഴും പ്ലെയിൻ ആണ് ഉപയോഗിക്കുക എന്നല്ലേ ചേച്ചി പറഞ്ഞത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് മണത്ത് നോക്കാറുണ്ട് ചേച്ചി. നീ എന്തൊക്കെയാണ് പറഞ്ഞത്? മുഷിഞ്ഞതും ചിലപ്പോൾ അമ്മ അവിടെ കൊണ്ടിടാറില്ലേ? ആ സമയത്ത് ഇതിങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോഴില്ലേ എനിക്ക് അങ്ങനെ 1-2 വട്ടം അബദ്ധം പറ്റിയിട്ടുണ്ട്. അബദ്ധമാണോ നിനക്ക്? അത് അഹങ്കാരമാണോ? എന്താണെന്നറിയില്ല. വ്യത്യസ്തമായിട്ടുള്ള ചില ഫീലിങ്സുകളാണ് എനിക്ക് തോന്നുന്നത്. ആണുങ്ങൾ എല്ലാം ഒരുപോലെയല്ലേ? എല്ലാവർക്കും വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് എനിക്കതിൽ കൂടി മനസ്സിലായി. എന്തോ എനിക്ക് വല്ലാത്ത ചില മോഹങ്ങൾ തോന്നുകയാണ്. എന്താ നിനക്ക് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ തോളിൽ ചാഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേച്ചിക്കൊന്നും തോന്നിയിട്ടില്ലേ ഇങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ വള്ളിയും പുള്ളിയും ഒക്കെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരുമ്പോൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നിയിട്ടില്ല. ചേച്ചി സത്യസന്ധമായിട്ട് പറയണം. അങ്ങനെയൊക്കെ കൊണ്ടുതരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചേച്ചിക്ക് എന്തെങ്കിലും മോഹം തോന്നാറില്ലേ? എനിക്കങ്ങനൊന്നുമില്ല. ചേച്ചി കള്ളത്തിനെ പറയരുത്, സത്യസന്ധമായിട്ട് പറ. നമ്മൾ 2 പേരും ഇനി വഴക്കുണ്ടാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചില സമയത്തും ഞാനങ്ങനെ ആലോചിക്കാറുണ്ട്. ചേച്ചിയുടെ ആ ഒരു കൺസെപ്റ്റിൽ എൻ്റെ ഭർത്താവ് സുന്ദരനാണോ? ഞാൻ പറഞ്ഞു, നല്ല സുന്ദരനാണല്ലോ. നിൻ്റെ കൺസെപ്റ്റിൽ ചേട്ടൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞില്ലേ ചേട്ടനെപ്പോലെ ഒരാളെയാണ് ഇഷ്ടം. കുറച്ച് നാടനല്ലേ ചേട്ടൻ, ഡോക്ടറാണെങ്കിലും. അപ്പോൾ നിൻ്റെ ഭർത്താവ് നിനക്ക് ഇഷ്ടമല്ലേ? പുള്ളി ഭയങ്കര മോഡേണല്ലേ? എന്നാലും എല്ലാ ടൈപ്പ് ആൾക്കാരും നമ്മുടെ ജീവിതത്തിൽ വേണമല്ലേ ചേച്ചി എന്ന് ചോദിച്ചു. നീ എന്താടി ഉദ്ദേശിക്കുന്നത്? ചേച്ചി ഒരു കാര്യം ചെയ്യ്, ചേട്ടനോട് ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നോക്കാം. അമ്മായിമ്മ ചുമ്മാ ഒരു കള്ളക്കഥ ആദ്യം ഉണ്ടാക്കിയതാണെങ്കിലും അത് യഥാർത്ഥമായി കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ ചേച്ചി ഗുണം. ഒരു വീട്ടിൽ നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യസ്തതകൾ ആസ്വദിച്ച് മുന്നോട്ട് പോകാം. ചേച്ചി ഒന്ന് പറഞ്ഞു നോക്കെന്ന് പറഞ്ഞ് അവൾ നിർബന്ധിച്ചു. ഞാൻ മടിച്ച് ഭർത്താവിനോട് കാര്യം പറഞ്ഞപ്പോൾ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. മൗന സമ്മതം പോലെ അവളോട് ചോദിച്ചപ്പോൾ എൻ്റെ ചേട്ടനും പ്രത്യേകിച്ച് ഒരു എതിർപ്പ് പറഞ്ഞില്ല ചേച്ചി. എൻ്റെ ഒരു ഗെയിം സിഗ്നലുണ്ട്. നമ്മളായിട്ട് മുൻകെടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവളാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. അനിയത്തി തന്നെയാണ് പറഞ്ഞത്. ഒരു ഡേറ്റ് അന്ന് അനിയനും അനിയത്തിയും കൂടെ മുകളിലേക്ക് കയറി വന്നു. ഇവിടെ 2 ബെഡ്റൂം ഉണ്ടല്ലോ. അമ്മ ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ്. അത് കഴിഞ്ഞ ശേഷം വേറെ വലിയ വിളിയും പറച്ചിലും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അനിയൻ്റെ റൂമിലേക്ക് പോയി അവനെ സൽക്കരിക്കാൻ. അതേപോലെ അനിയത്തി ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. അവർക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണില്ലേ? സത്യം പറഞ്ഞാൽ അവിടെ ഒന്നും പറയേണ്ടതായി ഉണ്ടായിരുന്നില്ല. അമ്മായിമ്മ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ ഞങ്ങൾ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അത് ഞങ്ങൾക്ക് വർക്കൗട്ടാവുകയായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മായിമ്മ പറഞ്ഞ ചില ആരോപണങ്ങൾ മധുരമായ മഴ സമ്മാനിച്ചു. സത്യമായും ചേട്ടനും അനിയനും ചേട്ടത്തിയും അനിയത്തിയും ഒക്കെയാണെങ്കിലും എല്ലാവർക്കും വേറെ വേറെ ഗുണഗണങ്ങളാണ്. അത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ജീവിതം ശരിക്കും ഞങ്ങൾ ആസ്വദിക്കുന്ന ഒരു തിരക്കിലാണ്. ഇപ്പോഴെങ്ങും ഒരു ബാധ്യതയും ഞങ്ങൾക്കിടയിലില്ല. 5-6 വർഷം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് മാത്രമേ എന്തെങ്കിലും ബാധ്യതകളുടെ കാര്യങ്ങൾ ആലോചിക്കുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ അമ്മായിമ്മ ഇപ്പോൾ അടി കിട്ടിയ അവസ്ഥയിലാണ്. അവർക്ക് നല്ല അസൂയുണ്ട്. ഞങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാത്ത ഇതുപോലുള്ള ഗോസിപ്പുകൾ പണ്ടേ അവർ ബന്ധുക്കളോടും എല്ലാവരോടും പറഞ്ഞതാണ്. ഞങ്ങൾ കലഹിച്ച് പിരിയുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ നേരെ എതിരെയുള്ള കാര്യങ്ങൾ നടന്നതിൽ അവർക്കിപ്പോൾ മിണ്ടാട്ടമില്ല. അസംതൃപ്തിയോടുകൂടി ജീവിക്കുകയാണ്. ഒരു കണക്കിന് നോക്കുമ്പോൾ അതും ഒരു രസം. മാഡം ഈ കഥ ഒന്ന് വായിക്കണം കേട്ടോ. ക്രിറ്റിസിഷൻ ഒഴിവാക്കും മാഡം. കഥയായിട്ട് വായിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കഥയായിട്ട് വായിക്കാൻ. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല.